നമ്മൾ കാണിക്കുന്നത് ഷോൾഡർ കാൽക്കുലേഷൻ ഫോർ ഡീപ്പ് നെക്കാണ്. അത് നമ്മുടെ ഫുൾ ഷോൾഡർ എത്രയാണോ വരുന്നത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതേപോലെ അളന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ 14 എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഹാഫ് ഓഫ് ദ ഷോൾഡർ കണ്ടുപിടിക്കണം. ഷോൾഡർ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞ് കൊടുത്താൽ തന്നെ നമുക്ക് പകുതി കിട്ടും. അപ്പോൾ 14 പകുതി 7, അത്രയേ ഉള്ളൂ. സിമ്പിളാണ്, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ നെക്ക് എത്ര ഡെപ്ത്ത് വേണം എന്നുള്ളത്, ഡെപ്ത്ത് എന്ന് വെച്ചാൽ അത് എത്ര ഡീപ്പായിട്ട് വരണം എന്നുള്ളതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കുക. ഈ ഡീപ്പ് വരുന്നതിനനുസരിച്ചിട്ട് ഷോൾഡർ നമ്മൾ ചെറുതാക്കിയില്ലെങ്കിൽ ഈ സൈഡ് നിന്ന് ഇറങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഈ ഒരു കാൽക്കുലേഷനിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എത്ര വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. 8 9 അതിൻ്റെ കൂടുതലായാലും ശരി. അപ്പോൾ ഞാൻ ഇതിൽ 8 ഇഞ്ച് എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റാണ് നെക്ക് ഡിപ്ത്ത് -1 × 2.5 എന്നുള്ളത്. അപ്പോൾ 8 - 1 × 2.5. ഈ -1 × 2.5 ഒരിക്കലും മാറില്ല, അത് എപ്പോഴും ഫിക്സ് ആയിട്ടുള്ളത്. അതൊരു അതിൻ്റെ ഒരു എന്താ പറയുക കാൽക്കുലേഷൻ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബാക്കിയുള്ളത് മാത്രമേ വ്യത്യാസം വരൂ. അപ്പോൾ 8 - 1 എന്ന് പറയുമ്പോഴത്തേന് 7 × 2.5 എന്ന് പറയുമ്പോൾ 1.25 എനിക്ക് ആൻസർ വരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഒരു ഹാഫ് ഓഫ് ദ ഷോൾഡർ കണ്ടുപിടിച്ച് വെച്ചല്ലോ, അത് -1.25 എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ 5.25 5.25 കിട്ടും. അപ്പോൾ ഇവിടെ എനിക്ക് വരുന്ന ആൻസർ 5.25. അപ്പോൾ ഇതാണ് ഹാഫ് ഓഫ് ദ ഷോൾഡർ വരിക. ഈ ഒരു അളവ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നെക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡ് ഇറങ്ങി പോകുന്ന ഒരു പ്രശ്നമേ വരില്ല.